ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഗെയിമിംഗ് വികാഷ്ണ. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോ ദ ലെജൻഡ് ഓഫ് ദി നെവർലാൻഡിൻ്റെ പാർട്ട് 3 ആയിട്ട് വന്നിരിക്കുകയാണ്. പാർട്ട് 1 തൊട്ടിട്ട് 2 വരെയുള്ളത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതെല്ലാവരും പോയി ഒന്ന് ചെക്കൗട്ട് ചെയ്യണം. സോ വെൽക്കം ബാക്ക്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ക്യാരക്ടറിൻ്റെ നെയിം ഒന്ന് മാറ്റാനായിട്ട് നോക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അറിയാവുന്ന നെയിമും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഏത് പേരാണോ നമുക്ക് കൂടുതൽ കിട്ടുന്നത് അത് നമ്മുടെ അടുത്ത ക്യാരക്ടറിന് ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ചെറിയൊരു മേക്ക് ഓവർ വീഡിയോയും കൂടി നമ്മുടെ ഷോർട്സിൽ കിടപ്പുണ്ടാവും. അതും കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്യണം. അത് നമുക്ക് പയ്യെ ഇടാൻ പോകുന്നുള്ളൂ. സോ വെയിറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് നല്ലൊരു ഗെയിം, അതായത് ഒരു സിമുലേഷനായിട്ട് ജെൻഷൻ ഇമ്പാക്റ്റ് ഒക്കെ പോലത്തെ ഒരു ഗെയിം കളിക്കാൻ ഇഷ്ടമുള്ളതാണ്, സ്റ്റോറിയൊക്കെ ഉള്ള ഗെയിം കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ദ ലെജൻഡ് ഓഫ് നെവർലാൻഡ് ഒന്ന് കളിച്ചു നോക്കാം. അത്യാവശ്യം നല്ല സ്റ്റോറി ഇതുണ്ട്, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, ആനിമേഷൻ നല്ലതാണ്. സോ നല്ലതാണ്. എല്ലാവരും ഒന്ന് ഗെയിം ഒന്ന് നോക്കാം. നല്ലൊരു ഗെയിമാണ്. സോ നമ്മുടെ സെഞ്ചുവിടെ റിയലിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. സോ നമുക്കൊരു മൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് അൺലോക്ക് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലാണെന്ന് തോന്നുന്നു ഒരു കുഞ്ഞ് ചീച്ചി ഒരു കിളിയുടെ പുറത്ത് ഇങ്ങനെ ഓടി നടപ്പുണ്ടായില്ലേ, അതാണ് മൗണ്ട്. സോ നമ്മുടെ ലെവൽ കൂടിയതുപോലെ തന്നെ നമ്മുടെ ഓരോരോ സാധനങ്ങൾ അൺലോക്ക് ആവുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മൗണ്ടും. സോ നമുക്കിപ്പോൾ ഡൈ ചെയ്യാം, അതായത് കളർ സെറ്റ് ചെയ്യാം. നമുക്ക് ഏത് കളർ എടുക്കാം ഗൈസ്? ഇപ്പോൾ റെഡിലാണോ ഒന്ന് നിൽക്കുന്നത്? ബ്രൗൺ വേണ്ടല്ലേ, ഇച്ചിരി കൂടി ലൈറ്റ് ആകാം. ഓക്കെ, ഇത് മതിയില്ല ഗൈസ്. ഒരു വെള്ളയും ഒരു ലൈറ്റ് പിങ്കും ഇത് മതി. നമ്മൾ ഡൈ ഇതാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗ്രിബിയൽ സോറി ഗൈസ് ക്രൈബൽ എന്താന്ന് വെച്ചേക്കട്ടെ. ഇവനോട് സംസാരിക്കാൻ പറയുന്നുണ്ട്, നമുക്ക് കിട്ടുന്ന തന്നെ സംസാരിക്കാം. താങ്ക് ഗോഡ് ഹിയർ യു ആർ. സോ നമ്മുടെ കാരലീനെ എന്തോ മോൺസ്റ്റർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് കാരലീനെ ഇപ്പോൾ ഫൈൻഡ് ചെയ്യണം, അതായത് കണ്ടുപിടിക്കണം. ഓക്കെ ഗൈസ്, നമ്മളെ പെട്ടെന്ന് തന്നെ ആ ഒരു ടെലിപ്പോർട്ടിലോട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെലിക്കിനൊരു പ്രശ്നമുണ്ട്, അത് ഫുള്ളായിട്ട് റെലിക്കല്ല, എന്തോ കുറച്ചും കൂടി അതിൻ്റെ കണ്ടുപിടിക്കാനുണ്ടെന്നൊക്കെയാണ് നമ്മുടെ വിൻസെൻ്റ് മേയർ പറഞ്ഞത്. സോ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. റെലിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കൊരു മോൺസ്റ്റർ ചാടി വരുന്നുണ്ട്. നമ്മുടെ റെലിക്ക് അവനെ എടുക്കുന്നുണ്ട് ഗൈസ്. അവനെ ഡിഫീറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു നമുക്ക്. സോ ഗൈസ്, നമുക്ക് അവനൊന്ന് ഡിഫീറ്റ് ചെയ്തേക്കാം. ഓക്കെ, നമ്മുടെ ഫോണിൽ കുറച്ചധികം ഗെയിം, അതായത് ഫ്രീ ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിൻ്റെ ഒരു ചെറിയ ലാഗ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക്, അതായത് നിങ്ങൾക്കും എല്ലാം അറിയുന്നുണ്ടോയെന്നറിയില്ല, അല്ല ലാഗൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും നമ്മൾ മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേഗം തന്നെ നടന്ന് ഹോമിലേക്കും. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ആദ്യ എപ്പിസോഡിൽ, അതായത് പാർട്ട് 1 കണ്ട വില്ലൻ. നമുക്ക് ഇവൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷേ നമ്മുടെ കാരലീനെ ഇവനിപ്പോൾ പിടിച്ചു വച്ചേക്കുവാണ്. നമ്മളോട് എന്തെങ്കിലും ഇത് കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. സോ നമ്മളത് കൊടുക്കാൻ പോകുമ്പോഴേക്കും ഐറിസ് വരുന്നുണ്ട്. അത് നീ കൊടുക്കല്ലേ, കാരലീനെ വിട്, ഞാൻ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് നീ അതാണോ നിൻ്റെ മിഷൻ എന്നൊക്കെ ചോദിക്കും. നമ്മുടെ ഇടയിൽ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്നുണ്ട് അത് നല്ലൊരു ചോയ്സും കൂടിയാണെന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ പുതിയൊരു ക്യാരക്ടർ തന്നെ ഉണ്ട്. സോ ഓക്കെ ഗൈസ്, നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നൊരു ക്യാരക്ടർ അവിടെ വന്നിട്ടുണ്ട്. ആരാണെന്നറിയില്ല, വിയോല. സോ അവളുടെ നെയിമും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. വിയോല അങ്ങനെ എന്തോ ആണ് അവളുടെ പേര്. സോ പുതിയൊരു മോൺസ്റ്ററിനെ അവനവിടെ ക്രിയേറ്റ് ആക്കിയിട്ട് അവൻ പോകുന്നുണ്ട്. സോ നമ്മളോട് വിയോല പറയുന്നുണ്ട്, അവന് ഷീൽഡ് ഉണ്ട്,
സോ നീ എൻ്റെ പവർ യൂസ് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സെഞ്ചു പറയുന്നുണ്ട് ഓക്കെ എന്ന് പറയുന്നത്. കാരണം അവൻ്റെ ഷീൽഡ് പൊട്ടിച്ചാൽ നമുക്ക് അവനെ കൊല്ലാൻ പറ്റുള്ളൂ. സോ അവൻ്റെ ഷീൽഡ് 100% ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് വിയോലയുടെ പവർ, അതായത് ഐറിസിനെ പോലെ ഒരു ഫ്ലവർ ഫെയറിയുടെ പവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ അത് ഉപയോഗിച്ച് അവനെ പരമാവധി കൊല്ലാൻ നോക്കുകയാണ് കേട്ടോ ഗൈസ്. അത്യാവശ്യം അവന് നല്ല ഡാമേജ്, അവൻ്റെ ഷീൽഡ് പൊട്ടാറായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അവൻ്റെ ഷീൽഡും പൊട്ടി അവന് നല്ല ഡാമേജ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്ന പിക്ചേഴ്സൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മുടെ ഇടയ്ക്ക് ഡൗൺലോഡിങ് റിസോഴ്സസ് ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ പറഞ്ഞില്ല ക്യാരക്ടറിൻ്റെ കാര്യം, അതിൻ്റെ പേരൊന്ന് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക. സോ ഞാൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് ഗെയിമിംഗ് വിത്ത് അശ്ന. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതേപോലെ തന്നെ പാർട്ട് 2ഉം 1ഉം കാണാത്തവർ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുക. സോ ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞത് ഓർമ്മ വേണം. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. This is Gaming with Ashna.